അജിത് കുമാറിനെതിരെ ആഭ്യന്തര വകുപ്പ് നടപടിക്ക് നിയമോപദേശം തേടി സസ്പെൻഷൻ അടക്കം പരിഗണനയിൽ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ വകുപ്പ് തല നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് നീങ്ങുന്നു. സസ്പെൻഷൻ അടക്കം പരിഗണനയിലുണ്ട്. ഇതിനു മുന്നോടിയായി DGP റവാഡ A ചന്ദ്രശേഖർ നിയമോപദേശം തേടി. നടപടിയെടുക്കും മുൻപ് അജിത് കുമാറിൽ നിന്നും DGP വിശദീകരണം തേടും. രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വഴിവിട്ട് ഇടപെട്ടെന്ന ആരോപണം നേരിടുന്ന ഉന്നത ഉദ്യോഗസ്ഥനെതിരായ നടപടി പിഴവില്ലാത്ത വിധമാക്കാനാണ് നിയമോപദേശം തേടിയത്. ബെവ്കോ MD ആയ അജിത് കുമാറിന് ഈ മാസം അവസാനം DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കുകയാണ്. അതിനു മുൻപ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അജിത് കുമാറിന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന 2 ഗ്രേഡ് SIമാരുടെ അനധികൃത ഇടപെടലും കേസ് അന്വേഷിച്ച SIT കണ്ടെത്തിയിരുന്നു. ഇവർക്കെതിരെയും വകുപ്പ് തല നടപടി വരും. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ നവകേരള യാത്രക്കിടെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച സുരക്ഷാ സംഘത്തെ കേസിൽ നിന്നും രക്ഷിക്കാൻ അജിത് കുമാർ വഴിവിട്ട് ഇടപെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് DGPയുടെ പക്കലുണ്ട്. ഇത് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയിട്ടില്ല. നിയമോപദേശം കൂടി ഉൾപ്പെടുത്തി വകുപ്പ് തല നടപടി സംബന്ധിച്ച ശുപാർശ സഹിതമാകും DGP റിപ്പോർട്ട് കൈമാറുക. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാർ എത്ര ഉന്നത ഉദ്യോഗസ്ഥരായാലും നടപടി ഉണ്ടാകും. നിരപരാധികളെ തല്ലിച്ചതച്ചവരെ സംരക്ഷിച്ചതാണോ DGP ആകാനുള്ള യോഗ്യത? കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MB പ്രതികരിച്ചത്.